പ്രണയിക്കാത്തവർ കുറവായിരിക്കും അല്ലേ? പ്രണയിക്കാത്തവർ കല്യാണം കഴിഞ്ഞ് പ്രണയിച്ചവരുണ്ടാവും, കല്യാണത്തിന് മുമ്പേ പ്രണയിക്കുന്നവരുണ്ടാവും, ഒക്കെ ഉണ്ടാവും. ഈ ഒരു സിനിമ സോറെ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ സുന്ദരമായിട്ടുള്ളൊരു സിനിമ, ക്യൂട്ടായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ. സോറെ എ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ എന്ന 2025 പുറത്തിറങ്ങിയ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയുന്നത്. എന്താ പറയുക, റൊമാൻറ്റിക് സയൻസ് ഫിക്ഷൻ സിനിമ. ടൈം ട്രാവലാണ് സിനിമ, ടൈം ട്രാവൽ അല്ല, ടൈം ലൂപ്പാണ് ഈ ഒരു സിനിമ. ഫോട്ടോഗ്രാഫറാണ് ജൊനാഥൻ എന്ന് പറഞ്ഞ നമ്മുടെ കഥാനായകൻ. ഇദ്ദേഹത്തിന് ലൈഫിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സൂപ്പറായിട്ടൊന്നും നടക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാരൻസുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളിലൊക്കെയാണ്. ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ എടുക്കുന്നു, നോർത്ത് പോളിലൊക്കെ പോയിട്ട് ഫോട്ടോസ് എടുക്കുന്നു, നാടൻ ജീവിതങ്ങൾ ആളുകളുടെ ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം രാവിലെ ഉറക്കം എണീക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത്, ബെഡിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പെൺകുട്ടി. അയാൾ ആദ്യം വിചാരിച്ച് തൻ്റെ കൂട്ടുകാർ തനിക്കൊരു സർപ്രൈസ് ഒരു പെണ്ണിനെ കൊണ്ട് റെഡിയാക്കി കൊണ്ട് വെച്ചതാണെന്നാണ്. പക്ഷെ പിന്നീടാണ് അവൾ പറയുന്നത്, അവൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് വന്നതൊന്നല്ല, ഞാൻ നിങ്ങളുടെ വൈഫാണ്, ഞാൻ വരുന്നത് ഫ്യൂച്ചറിൽ നിന്നാണ്, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നൊക്കെ അവൾ പറയുന്നു. അങ്ങനെ ആദ്യമൊന്നും അവൻ വിശ്വസിക്കില്ല. അങ്ങനെ ലൈഫിലെ ഓരോ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും, അവർ മാർക്കറ്റ് പോകുമ്പോഴും ക്യാൻറ്റീനിൽ പോകുമ്പോഴും റോഡിലൂടെ നടന്നു പോകുമ്പോഴൊക്കെ സോറെ പറയുകയാണ്, അവിടെ തട്ടും ഇവിടെ തട്ടും, ഇന്ന ആളെ നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ, വെള്ളം മുഖത്തേക്ക് ചീറ്റാൻ വരുന്നു അത് ശ്രദ്ധിക്കൂ എന്നീ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് വന്ന ഒരാൾ എന്നുള്ള ലെവലിൽ സോറെ പറഞ്ഞ് അയാൾ അവിടുന്ന് പിന്തിരിപ്പിക്കുകയാണ്. അപ്പോൾ അയാൾക്ക് ഏകദേശം ഒരു വിശ്വാസം, ഇവള് പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്, ഇവളെൻ്റെ ഫ്യൂച്ചർ വൈഫ് ആയിരിക്കാം എന്നുള്ള ലെവലിൽ ജോനാഥൻ വിശ്വസിക്കുകയാണ്. പതിയെ പതിയെ ജോനാഥൻ്റെ ലൈഫ് മാറുന്നതും ഒറ്റ കാര്യം മാത്രമേ സോറെ ആവശ്യപ്പെടുന്നുള്ളൂ, പുക വലിക്കരുത്. പുക വലിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പുക വലിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 വർഷത്തിന് ശേഷം നിങ്ങൾ മരിച്ചു പോകും. അപ്പോൾ ആ ഒരു മരണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു മരണം തടുത്തു നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, നിങ്ങളുടെ കൂടെ ജീവിക്കാൻ, നിങ്ങളുടെ ഒപ്പം ജീവിക്കാൻ. ലൈഫിൽ ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും നിങ്ങളുടെ വൈഫായിട്ട് മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡയലോഗുണ്ട്. എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് വരുന്നതും, പക്ഷേ ലൈഫിൽ ഓരോ ഘട്ടങ്ങളിൽ എത്തുന്ന സമയത്ത് ജോനാഥൻ്റെ പിടിവിട്ട് പോകുന്നു, മദ്യപിക്കുന്നു, പുകവലിക്കുന്നു. അപ്പോഴൊക്കെ സോറെ മരിച്ചു വീഴാണ്. അതായത് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇങ്ങനെ വിചാരിച്ചാൽ മതി, ഞാനിപ്പോൾ മരിച്ചു വീഴട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവൾ മരിച്ചു വീഴും. അപ്പോൾ അങ്ങനത്തെ ഓരോരോ ഘട്ടങ്ങളിൽ എത്തുന്ന സമയത്ത് സോറെ മരിച്ചു വീഴുന്നതും വീണ്ടും തുടക്കത്തിലേക്ക് പോകുന്നു. എങ്ങനെയാണോ അവർ കണ്ടുമുട്ടിയത്, രാവിലെ ബെഡിൻ്റെ സൈഡിൽ നിന്നും അയാൾ ഉറക്കണിക്കുന്ന സമയത്ത് സോറെ സൈഡിലിരിക്കുന്നത് പോലെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലൈഫിൽ എത്ര തവണ സോറെ യാത്ര ചെയ്തിട്ടുണ്ടാവും. അത്രയും ഇഷ്ടത്തോടു കൂടെ ആ ഒരു പെൺകുട്ടി അയാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും 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 പുനർജനിച്ച് വരുന്നതും, അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും, അയാളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് സോറെ എ വൈഫ് ഫ്രം ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരു ഇന്തോനേഷ്യൻ സിനിമ. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഈ സിനിമ കാണാൻ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതിൻ്റെ ഒരു മൈൻഡ് സെറ്റ് ചെയ്യണം. വെറുതെ പോയിട്ട് ഇരുന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ജസ്റ്റ് ചില്ല് ചെയ്യുക, നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ, നമ്മുടെ ലൈഫിലെ കാര്യങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക, റിലാക്സ്ഡ് ആവുക. ഈ ഒരു സിനിമ കാണണമെന്ന് മൈൻഡ് സെറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്യുക, കാണുക. നിങ്ങളുടെ ലൈഫ് ബെറ്റർ ആവും. നിങ്ങളുടെ ലൈഫ് എന്താ പറയുക, ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ വല്ലാത്തൊരു ഫീല് വരും. നമുക്ക് വേണ്ടി ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് വേണ്ടി ഇങ്ങനെ ജന്മം എടുത്തു വരാൻ, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെട്ട് വീണ്ടും 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 നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് സോറെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ലൈഫ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരാൾ നമുക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ ഒരു സിനിമ എൻഡ് ആവുന്നത്. സൂപ്പർ സിനിമ. അതൊരു ടൈം ട്രാവൽ, ടൈം ലൂപ്പ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അതൊരു റൊമാൻറ്റിക്, ഒരു ക്യൂട്ട് ലവ് സ്റ്റോറിയാണ്. അത് വിചാരിച്ച് നിങ്ങൾ കണ്ടു നോക്കുക. അടിപൊളി സിനിമയാണ് സോറെ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ഗൈസ്.